ഗുഡ് മോർണിംഗ്. ഇവൻ വീട്ടിൽ വന്നു കയറിയാൽ പൈസ പെരുകും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എൻ്റെ അമ്മുമ്മയൊക്കെ പറഞ്ഞു തന്നതാണ്. സത്യമാണോ? നിങ്ങളുടെ നാട്ടിലുണ്ടോ അങ്ങനെ ഒരു ചൊല്ല്? മൃഗങ്ങളുടെ പേരും വസ്തുക്കളുടെ പേരൊക്കെ വെച്ചിട്ട് കുറച്ച് കൂട്ടുകാരുണ്ട് എനിക്ക്. അവരാരൊക്കെയും നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. ഇതാണ് പീകോക്ക് ഫേൺ. പീകോക്കിനെ പോലെ തിളക്കം വരും. ഇതിപ്പോൾ എന്താണെന്നറിയില്ല, മഴ ആയതുകൊണ്ടായിരിക്കും, പ്രതീക്ഷ പോലെ തിളങ്ങിയൊന്നുമില്ല. ഇതാണ് റാബിറ്റ് ഫുഡ് ഫേൺ. ഇതിനെ റാബിറ്റ് ഫുഡ് എന്ന് പേര് പറയാൻ കാരണം ഇതിൻ്റെ ഈ തണ്ടുകളാണ്. ഇത് കണ്ടോ, നമ്മുടെ മുയലിൻ്റെ കാല് പോലെ തന്നെയില്ലേ കാണാനായിട്ട്? കറക്റ്റ് മുയലിൻ്റെ കാല് പോലെയാണ് ഇരിക്കുന്നത്. വെള്ള കളറിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ താഴെ വെച്ചതുകൊണ്ടായിരിക്കാം കറുത്ത് പോയി. കറുത്ത മുയലെന്ന് കരുതി എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഫിംഗർ പാമാണ്. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ വിരലുകൾ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഫിംഗർ പാം എന്ന് പറയുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിരുന്നു. എൻ്റെ ബട്ടർഫ്ലൈ പ്ലാന്റ് നിറയെ ബട്ടർഫ്ലൈസ് ഇരിക്കുന്ന പോലെ തോന്നുന്നില്ലേ കാണാൻ? അടുത്ത സുന്ദരി എന്ന് പറയുന്നത് ഫിഷ് ടെയിൽ ഫേൺ ആണ്. ഫിഷ് ടെയിൽ മീനിൻ്റെ വാല് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഫിഷ് ടെയിൽ ഫേൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ അറ്റഭാഗം കണ്ടോ? ഇതാണ് ഫോക്സ് ടെയിൽ ഫേൺ. കുറുക്കൻ്റെ വാല് എന്ന് ചുമ്മാതല്ല ഇതിൻ്റെ പേര് വരുന്നത്. അതുപോലെ തന്നെ നല്ല പഫി ആയിട്ട് ഇരിപ്പുണ്ട്. എൻ്റെ ഫേൺ കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സുന്ദരിയാണിത്. ഇതാണ് ഡക്ക് ഫുഡ് പ്ലാന്റ്. ഡക്ക് ഫുഡ് താറാവിൻ്റെ കാലുകൾ, താറാവിൻ്റെ പാദം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓരോന്നും താറാവിൻ്റെ കാൽപാദം ഇങ്ങനെ പതിഞ്ഞു പോയ സ്ഥലം പോലെ തോന്നുന്നല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ. തളിരിലകൾക്കാണ് ഈ ഡാർക്ക് വയലറ്റ് കയറി വരുന്നത്. ഇത് നമ്മുടെ ബേർഡ് നെസ്റ്റ് ഫേൺ ആണ്. അടുത്തത് സ്നേക്ക് പ്ലാന്റ്. എല്ലായിടത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. നല്ല ഒരു എയർ പ്യൂരിഫയർ ആണിത്. മോൺസ്റ്റർ പ്ലാന്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുന്ദരിയാണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൽ രണ്ട് രീതിയിലുള്ള ഒരു ഷേപ്പ് വരുന്നുണ്ട്. നടുക്ക് തന്നെ ആ ഒരു ഡോട്ടും വരുന്നുണ്ട്, അല്ലാതെ സൈഡിൽ നമ്മൾ വെട്ടി വിട്ടതുപോലത്തെ ഒരു ഇതും വരുന്നുണ്ട്. ഇതെൻ്റെ ഫിംഗർ പാമാണ്. അയ്യോ, എന്ത് രസമായിരുന്നെന്ന് അറിയാമോ? ഇതിപ്പോൾ എന്തോ പുഴുക്കൾ എന്തോ കടിച്ചു തിന്നു വെച്ചേക്കാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പറക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് പരന്തിരിക്കുമ്പോൾ ഒരാളിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് മ്യൂസിക് നോട്ട് പോലെ തന്നെ, ആ പേര് പറയുന്നത് പോലെ തന്നെ ചുരുണ്ട് ഒരു പ്രത്യേക ഭംഗി. ഇതാണ് പൗഡർ പഫ്. നമ്മൾ പൗഡർ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പഫ് പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിക്കണേ. ഇത് പിങ്കും റെഡും ഉണ്ട് കേട്ടോ. ഇതാണ് വവ്വാലിൻ്റെ ചിറകുകൾ പോലെ തോന്നിക്കുന്ന പാറ്റ് ലീഫ് ബിഗോണിയ. നല്ല രസമുണ്ടല്ലേ കാണാൻ? ഇതിന് തന്നെ വേറൊരു ടൈപ്പും കൂടെ എൻ്റെ അടുത്തുണ്ട്. ഇതും ബാറ്റ് ലീഫ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. വേറെ ഏതെങ്കിലും പേരുകളുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. എന്തായാലും ഈ വവ്വാലിൻ്റെ ചിറകുകൾ പോലെ എന്ത് രസമല്ലേ? വരച്ച് വിട്ടതുപോലെയല്ലേ ഇതിൻ്റെ ഇലകൾ ഇരിക്കുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ എപ്പോഴും ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കും ആ പ്ലാന്റ്. ഇവൾക്കൊരു ഫ്രൂട്ടിൻ്റെ പേരാണ് കേട്ടോ, ആപ്പിൾ പോലെ തന്നെ ഉണ്ടല്ലേ, ചുമന്ന് തുടുത്ത്. അടുത്തത് ഫിംഗർ അരേലിയയാണ്. അതായത് നമ്മൾ ഫിംഗർ പാമാണ് കണ്ടത്. ഇത് അരേലിയ പ്ലാന്റിൽ ഫിംഗർ അരേലിയ. അപ്പോൾ അടുത്ത മൃഗങ്ങളുടെ പേരായിട്ടുള്ള പുതിയ പ്ലാന്റ്സ് ആയിട്ട് ഞാൻ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ